അത് അഖിലേട്ടൻ വാ വിളിക്കുന്നത് കണ്ടിട്ട് അവിടുത്തെ ആൾക്കാർ ആര് വാ വിളിച്ചാലും അവിടുത്തെ അഖിലേട്ടൻ വാ വിളിക്കുന്നുണ്ട് അവിടുത്തെ ആൾക്കാർ ആര് വാ വിളിച്ചാലും ഇച്ചിരി പ്രശ്നമാണ്. വെരി ബ്രില്യന്റ് പ്ലെയർ ആണ്. അങ്ങനെ തന്നെ തോന്നിയിരുന്നോ? ഇപ്പൊ ഭയങ്കര വിസിബിൾ ആണല്ലോ എല്ലാവർക്കും. അത് ഭയങ്കരമായിട്ട് ആളുടെ ഒരു പ്ലേയും ആളുടെ മൈൻഡും ആൾക്കാർ ടാസ്ക് കിട്ടുമ്പോൾ അതിന്റെ എന്റെ ആള് കണ്ടു കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അത് പുറത്തുനിന്നുള്ള എല്ലാ വ്യൂവേഴ്സിനും ഭയങ്കര ബ്രില്യന്റ് ഗെയിമറാണ് കേട്ടോ. അത് ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാന് അവിടെ പോയപ്പം ഇവര് ഈ ഷിജിചേട്ടൻ ഒഴികെ ബാക്കി ആരും എനിക്കറിയില്ല. ഞാൻ കൊറേ വിചാരിച്ചു കൊറേ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ പോകുമ്പോ ഇവരൊക്കെ ഈ ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. അപ്പൊ ഈ അഖിൽമാരാർ ആരാന്നറിയില്ല, ജുനൈസ് അറിയില്ല, റിനോഷിനെ അറിയില്ല, മിഥുനെ അറിയില്ല. അപ്പം ഇവരൊക്കെ പിന്നെ എന്നാലും പറഞ്ഞു തരുമ്പോ നമുക്ക് എന്താന്ന് പുറത്തിറങ്ങിയിട്ട് ഇവരൊക്കെ ഞാൻ ഈ അഖിലേട്ടനക്ക് ഇത്ര തീപ്പൊരി ഇങ്ങനൊരു മനുഷ്യനാണ്. ഞാനൊക്കെ അവിടുന്ന് മറ്റേ തമാശ പറയിക്കല് ഞാനാണ് പുള്ളിക്കാരൻ ഏറ്റവും കൂടുതൽ ഇതിനെ കളിയാക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി ഭയങ്കരമായിട്ട് തമാശകൾ പറയാനും ഒക്കെ ഉള്ള വ്യക്തിയാണ്. അറ്റ് ടൈം ഗെയിമിൽ വരുമ്പോൾ ഭയങ്കര ബ്രില്യന്റ് ആണ് ആശാൻ. നന്നായിട്ട് സംസാരിക്കുന്നതിലും ഗെയിം കാണുന്നതിലും നമ്മൾ കാണുന്നതിന്റെ ഒരു 10 ഇരട്ടി വേഗതയിലാണ് അയാൾ ഗെയിമിനെ കാണുന്നതും ഒക്കെ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളിങ്ങനെ ഭയങ്കര അടിപൊളി കണ്ടസ്റ്റൻസ് ആണെന്ന് വിചാരിക്കുന്ന ആരും 100 ദിവസം തയ്ക്കാറില്ല. കാരണം എന്താ വെച്ചാൽ രജിത് കുമാർ, ഡോക്ടർ റോബിൻ, ഇപ്പതാ അഖിലിന്റെ കാര്യം ഞാൻ എല്ലാരും കൂടെ അല്ല ചിലപ്പോ ഒരുപക്ഷെ അങ്ങനെയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് അഖിൽമാരും. അങ്ങനെ മനസ്സിലെപ്പോഴെങ്കിലും തോന്നിയത്? എനിക്ക് തോന്നിയിട്ടുണ്ട്. ഉണ്ടല്ലേ? പിന്നെ കോമൺ മാൻ ഈ പറയുന്ന ഇപ്പൊ പുറത്തുള്ള ഒരു മൊത്തത്തിലൊരു റൂമേഴ്സ് ഉണ്ട് ഈ 5 പേരാണ് വരാന്ന്. എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല അവർക്ക് കൊടുക്കുന്നത്. അഖിലേട്ടൻ എന്തായാലും ടോപ്പ് 5 അല്ലെങ്കിൽ നല്ലൊരു ടോപ്പ് 5 അല്ല, പുള്ളിക്ക് അത്യാവശ്യം ആ കൂട്ടത്തിൽ ഇതിപ്പോ ജനം പറയുന്ന പോലെ ഇത്രയും ആൾക്കാർ ഇത്രയും ഒരു പോപ്പുലേഷൻ പുറത്തുനിന്ന് ഈ ആൾക്ക് ഇവർ 5 പേർക്കുള്ള ഒരാൾ കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏഷ്യനെറ്റുകാർക്ക് എന്താ പിന്നെ അവര് വേറെ ആൾ കൊടുക്കാനുള്ള മാക്സിമം നോക്കുള്ളൂ. ആ ഒരു സസ്പെൻസ് മാറ്റാനുള്ള നോക്കുള്ളൂ. അഖിലേട്ടൻ ഈ പറയുന്നത് പോലെ മറ്റേ ടെമ്പർ കൂടി ആരെങ്കിലൊക്കെ എടുത്ത് ഇടിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് ഞാൻ പോരാൻ നേരത്തെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ടാലന്റഡ് ആണ്, നിങ്ങളിത് സൂക്ഷിച്ച്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന പോലെ പുള്ളി വെറുതെ കയറി അന്ന് എന്നെയൊക്കെ ഭയങ്കര ഞാൻ അഖിൽമാരാണ് നമ്മൾ ഭയങ്കര വഴക്കൊക്കെ ഉണ്ടാക്കി. അതിനുശേഷം ഞാൻ പുള്ളിയോട് പറയുന്നത് നിങ്ങൾ ഈ ഇമോഷൻസിന്റെ പേര് കയറി നിങ്ങൾ ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടേണ്ട കപ്പായിരിക്കും, നിങ്ങൾ വെറുതെ ഇത് തട്ടിക്കളയല്ലേ, കൈ വന്നിട്ടുള്ള ഭാഗ്യം നിങ്ങൾ തട്ടിക്കളയലെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി പുള്ളിക്ക് ഈ പറയുന്ന പോലെ പക്ഷേ കൊറേ ഷിജിചേട്ടനുണ്ടല്ലോ ഞാൻ ഇട്ടേക്കുന്ന ഒരു ടാസ്കില് പച്ചമോരെന്നാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം സദ്യയില് പച്ചമോരാണ്. അത് ഷിജിചേട്ടനെ താരതമ്യപ്പെടുത്താൻ കാരണം വഴക്കൊക്കെ ആകുമ്പോഴത്തേന് ഇങ്ങനെ പച്ചമോര് നമുക്ക് എരിവ് കൂടുമ്പോൾ നമ്മൾ പച്ചമോര് കഴിക്കുമ്പോൾ ഒരു സുഖം വരില്ല. അതുപോലെയാണ് ഷിജിചേട്ടൻ എല്ലായിടത്തും. ഷിജിചേട്ടൻ